വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി. എൻ്റെ പേര് അമിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗ്രോഹയുടെ ഡിസ്പ്ലേയുടെ മുമ്പിലാണ്. ഗ്രോഹ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വിലപ്പെട്ട ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഗ്രോഹയെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാണ്. പക്ഷേ മിക്ക കസ്റ്റമേഴ്സും വീടിൻ്റെ വർക്ക് വരുമ്പോൾ ഗ്രോഹയെ കൺസിഡർ ചെയ്യാറില്ല. അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോഹ വളരെ എക്സ്പെൻസീവ് ആണ്. നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന ഇപ്പം ജഗ്വാറൊക്കെ എടുത്താൽ മതിയല്ലോ, ജഗ്വാറിൻ്റെ ഇരട്ടി വില കൊടുത്ത് എന്തിനാണ് ഗ്രോഹ എടുക്കുന്നത്? സോ അങ്ങനെയുള്ള ഒരു ധാരണയുടെ പുറത്ത് അവർ ഒരിക്കലും പോയി ഇതിൻ്റെ പ്രൈസ് എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തിരക്കാനോ ഒന്നും കസ്റ്റമേഴ്സ് പോകാറില്ല. അവിടാണ് വലിയൊരു വീഴ്ച സംഭവിക്കുന്നത്. കാരണം ജഗ്വാർ പോലത്തെ ഒരു ബ്രാൻഡിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബേസിക് യൂട്ടിലിറ്റി ഫീച്ചേഴ്സ്, അതായത് ഡൈവേർട്ടേഴ്സ്, ഷവർ, സ്പൗട്ട്, പില്ലർ ടാപ്സ്, ഇതുപോലത്തെ കേസസിന് 25 to 30% മാക്സിമം അത്ര ഡിഫറൻസേ വരുത്തുള്ളൂ. ഈ 25 to 30% ഡിഫറൻസ് നമ്മൾ പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ 25 to 30% അല്ല ഈ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു ഡൈവേർട്ടറിന്റെ കേസിലാണെങ്കിൽ ഒരു 2500 രൂപയുടെ ഡിഫറൻസാണ്. ഒരു വീട്ടിൽ 4 ഡൈവേർട്ടറാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഒരു വീടിന് മൊത്തം ഡൈവേർട്ടേഴ്സിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 10,000 രൂപ നമ്മൾ കൂട്ടി കൊടുക്കുമ്പം ഗ്രോഹ പോലത്തെ ബ്രാൻഡിന് കൊടുത്താൽ നമുക്ക് എന്തുവാണ് കിട്ടുന്നത്? ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് 10,000 രൂപ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പം ചിലപ്പോൾ 20,000, 30,000, 50,000ത്തിൻ്റെ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിന് വേണം നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പം അങ്ങനെ ഗ്രോഹ എന്ന ബ്രാൻഡിനെ കുറിച്ച് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു ഹൈക്കിൽ എന്തുവാണ് എക്സ്ട്രാ അവർ തരുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, 2-3 പോയിന്റ്സ് ഗ്രോഹയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം കാത്തിരിക്കുക, നമ്മൾ ഓരോന്ന് വെച്ച് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് CP ഫിറ്റിംഗ്സ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് വേർഡിനെ തന്നെ ഫോക്കസ് ചെയ്യാം. CP ഫിറ്റിംഗ്സിന്റെ C എന്ന് പറയുന്നത് ക്രോം പ്ലേറ്റഡ് ഫിറ്റിംഗ്സ്, അതാണ് CP ഫിറ്റിംഗ്സ്. അപ്പം ക്രോം അതിന്റെ ബേസ് ആണ്. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പം ബ്ലാക്ക് കളറും ബ്രോൺസ് കളറും ഗോൾഡ് കളറും ഒക്കെ വരാൻ തുടങ്ങിയെങ്കിലും അത് പോപ്പുലർ അല്ല. ലൈക്ക് 99% ഓഫ് ദ കേസ് ഇപ്പോഴും ക്രോം പ്ലേറ്റഡ് ഫിനിഷസ് ആണ്. നമുക്ക് ക്രോമിയം എന്ന് പറയുന്ന ഒരു മെറ്റലിന്റെ ഇലക്ട്രോലൈറ്റിക് പ്ലേറ്റിംഗ് ആണ് ബ്രാസിന്റെ പുറത്ത് ചെയ്യുന്നത്. അതാണ് ഈ പ്രൊഡക്റ്റ് കണ്ടാൽ ഇതുപോലെ ഇരിക്കുന്നത്. നമ്മൾ കാണുന്ന 99% സ്ഥലത്തും ഫിക്ചേഴ്സ് ക്രോം പ്ലേറ്റഡ് ആയിരിക്കും. അപ്പം ക്രോമിന്റെ ആപ്ലിക്കേഷൻ, അതായത് ഈ ക്രോം എങ്ങനെയാണ് ബ്രാസിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്, ആ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിനകത്ത് 0.2 മൈക്രോൺ തിക്നെസ്സിലാണ് ഇതിന്റെ പുറത്ത് ക്രോമിന്റെ പ്ലേറ്റിംഗ് വരുത്തേക്കുന്നത്. അതായത് ബ്രാസിന്റെ പുറത്ത് വെറും 2 മൈക്രോൺ തിക്നെസ്. അപ്പോൾ 2 മൈക്രോൺ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് മാത്രം കാണാൻ പറ്റുന്ന ഒരു തിക്നെസ് ലെയർ ആണ്. നമ്മുടെ മുടിയുടെ തന്നെ 100-1 കനം നമുക്ക് എന്നതിനെ വിശ്വസിപ്പിക്കാം. സോ അത്രയും കനം കുറഞ്ഞ ഒരു ലെയർ ക്രോമിന്റെ ഇതിന്റെ പുറത്തുണ്ട്. ഇനി നോർമൽ ബ്രാൻഡ്സ്, അതായത് നോർമൽ പ്രൈസിന് വിൽക്കുന്ന ബ്രാൻഡ്സ്, ഫോർ എക്സാമ്പിൾ സെറ ഓർ സൊമാനി ഓർ പാരിവെയർ ഓർ ജോൺസൺ, അങ്ങനത്തെ ബ്രാൻഡ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് 0.6 മൈക്രോൺ ആണ്. അവരുടെ ക്രോം പ്ലേറ്റിങ്ങിന് തിക്നെസ് കൂടുതലാണ്, ഇതിനെക്കാട്ടിലും അറൌണ്ട് 3 times തിക്നെസ് കൂടുതലാണ്. അപ്പം ജനറൽ ടെക്നോളജി വെച്ച് നോക്കുവാണെങ്കിൽ ക്രോം പ്ലേറ്റിംഗിന്റെ തിക്നെസ് എത്ര കുറയുന്നോ അത്രയും ക്രോം പ്ലേറ്റിംഗ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇനിയും ഫർദർ താഴോട്ട് വരുവാണ്. നമ്മൾ എം ബ്രാൻഡ് അല്ലെങ്കിൽ കോർസ ഇതുപോലത്തെ കമ്പനീസ്, അല്ലെങ്കിൽ പിന്നെ അതിനെക്കാട്ടിലും താഴോട്ട് പോവുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 0.15 മൈക്രോൺ അല്ലെങ്കിൽ ഇതിൻ്റെ 0.6ന്റെ ഒരു 3 times 0.18 മൈക്രോൺസ് വരെ ഇത് പോകും. അപ്പം ആസ് പ്രോഗ്രസീവ്ലി ഈ മൈക്രോണിൻ്റെ തിക്നെസ്, അതായത് ക്രോം പ്ലേറ്റിംഗിന്റെ തിക്നെസ് മൈക്രോൺസിൽ കൂടി വരുന്നതനുസരിച്ച് ക്രോം പ്ലേറ്റിംഗിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അതിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇളകിപ്പോകാനും അതിൻ്റെ ബ്രാസ് എക്സ്പോസ് ചെയ്യാനും, അതേപോലെ ഹാർപിക്ക് അതുപോലത്തെ ഡോമെക്സ് ഇതുപോലത്തെ ഹെവി ഡിറ്റർജൻസുമായിട്ടും അല്ലെങ്കിൽ ആസിഡ്സുമായിട്ടും ഇത് റിയാക്ട് ചെയ്യാനുള്ള അതിൻ്റെ ടെൻഡൻസിയും കൂടി വരും. സോ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഇത് ഹാർപിക്കോ ഡോമെക്സോ ആസിഡോ വെച്ച് കഴുകേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല. അത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്രോം പ്ലേറ്റിങ്ങും ചീത്തയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. സോ ബേസിക്കലി നമ്മൾ ഒരു 25 to 30% നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 50% കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, അതായത് 0.2 മൈക്രോണിന്റെ ക്രോം പ്ലേറ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ്, അതായത് ഒരു ഗ്രോഹെ, കോളർ, വിട്ര, ക്ലൂഡി, ഈ ഒരു ലെവലിലെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഇതുപോലത്തെ പ്രൊഡക്ട്സിന്റെ ക്രോം പ്ലേറ്റിംഗിന്റെ ഡിഫറൻസ് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ട്സും നമ്മുടെ അതർ ബ്രാൻഡ്സ്, അതായത് അതർ പോപ്പുലർ ബ്രാൻഡ്സ്, 0.6 മൈക്രോൺ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സിൻ്റെയും ക്രോം പ്ലേറ്റിംഗ്സ് അടുത്തടുത്ത് വെച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ യൂഷ്വലി ഷോറൂമിൽ ഇതിൻ്റെ സെപ്പറേറ്റ് സ്ഥലത്തായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ഇരിക്കുന്നത്. സോ നമുക്ക് മിക്കപ്പോഴും അത് കാണാൻ പറ്റത്തില്ല. അതേപോലെ കടക്കാരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുമില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം ഇതിനകത്ത് എന്തുവാണ് വ്യത്യാസം എന്നുള്ളത്. ഇനി ഗ്രോഹയുടെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ സിൽക്ക് മൂവ് ടെക്നോളജിയാണ്. അപ്പോൾ സിൽക്ക് മൂവ് ടെക്നോളജി എന്തുവാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ഷോറൂമിൽ തന്നെ പോകണം. ഷോറൂമിൽ പോയിട്ട് ജസ്റ്റ് വിരൽ തുമ്പിൽ ജസ്റ്റ് ചെറിയ ഒരു വെയിറ്റ് കൊടുക്കുക, ജസ്റ്റ് തൊടിച്ചതേ ഉള്ളൂ ഞാൻ വിരൽ തുമ്പ്, ഇവിടെ ഒരു ജെർക്കും ഇല്ല. ഇത് അറ്റ്ലീസ്റ്റ് 5 year old ഫിക്ചറാണ്. 5 വർഷമായിട്ട്
ഒരു മൂവ്മെൻറ്റും ഇല്ലാതിരിക്കുന്ന ഫിക്സറാണ്. മെഴുക് പോലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇരിക്കുന്നത്. ഞാൻ ഒരു പ്രഷറും അപ്ലൈ ചെയ്യാതെയാണ് ഈ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഇതിനെ സൈഡിലോട്ട് കൊണ്ടുപോയാലും ആ മൂവ്മെൻ്റ് ആയാലും ലെഫ്റ്റിലോട്ടുള്ള മൂവ്മെൻ്റ് ആയാലും പെർഫെക്റ്റ് സ്മൂത്താണ്. ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഗ്രോഹയുടെ കാർട്രിഡ്ജ് എല്ലാം ഗ്രോഹ ഇൻ ഹൗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് മറ്റ് ബ്രാൻഡുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജഗ്വാർ ആണെങ്കിൽ പോലും ജഗ്വാർ, സെറ, സൊമാനി, പാരിവേർ, ഈ എല്ലാ കമ്പനീസും കാർട്രിഡ്ജ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി ഇറ്റലിയിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, കാർട്രിഡ്ജ് മാനുഫാക്ചറിങ് ബ്രാൻഡ്സ് ഉണ്ട്. അവർ ഇപ്പം ചൈനയിലും ഉണ്ട്. അപ്പം ഈ കമ്പനീസ് പല ലെവലിലുള്ള കാർട്രിഡ്ജസ് ഉണ്ടാക്കും. അത് പല പ്രൈസ് ലെവലിൽ വിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാർട്സിനകത്ത് പല വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ കാർട്രിഡ്ജസ് പുറത്ത് വരുന്നത്. പല ഡ്യൂറേഷൻ വാറണ്ടി അതിനകത്ത് കൊടുക്കാൻ പറ്റും. ഒരു കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് 10 years വാറണ്ടി കൊടുക്കണം. അപ്പോൾ അവർ സർട്ടൻ മിനിമം റിക്വയർമെൻറ്റ്സ് പറയും. ഒരു കമ്പനി പറയാം ഞങ്ങൾ ഒരു 3 വർഷം വാറണ്ടി കൊടുത്താൽ മതി, 3 വർഷം നിന്നാൽ മതി. അപ്പം വേറൊരു സെറ്റ് റോ മെറ്റീരിയൽസുമായിട്ട് ഈ കാർട്രിഡ്ജ് ഫോം ചെയ്യാം. അപ്പം അതിന് പ്രൈസ് വളരെ കുറവായിരിക്കും. സോ അങ്ങനെ ഗ്രോഹയുടെ കേസിൽ കാർട്രിഡ്ജ് ഇൻ ഹൗസ് ബിൽഡ് ആണ്, പുറത്തുനിന്ന് ജോബ് വർക്ക് ചെയ്യിക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻ ഹൗസ് ചെയ്യുമ്പം മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമാണെന്ന് വെച്ചാൽ ഗ്രോഹയുടെ ഒരു പേറ്റന്റഡ് ടെക്നോളജി, അതായത് ഇതിൻ്റെ അകത്ത് കാർട്രിഡ്ജിനകത്ത് ഈ മൂവ്മെന്റിനകത്ത് എവിടോ ഒരു ഡിസ്ക് വരും. ഈ ഡിസ്ക് റബ്ബർ വെച്ച് ഉണ്ടാക്കാം, ഈ ഡിസ്ക് പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് സിറാമിക് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഈ സിറാമിക് വെച്ച് ഉണ്ടാക്കുന്ന ഡിസ്ക് വളരെ എക്സ്പെൻസീവ് ടെക്നോളജിയാണ്. അതിൻ്റെ ടെക്നോളജി വളരെ കുറച്ച് കമ്പനീസിനെ ഉള്ളു. ഏറ്റവും വലിയ പ്രീമിയം ബ്രാൻഡ് ആയിട്ട് പുറത്തു വരുന്ന കമ്പനീസ് മാത്രമേ ഈ കാർട്രിഡ്ജസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഗ്രോഹയിൽ മാത്രമല്ല, ഒരുപക്ഷെ കോളറിലും, വിട്രായിലും, അമേരിക്കൻ സ്റ്റാൻഡേർഡിലും ഇതുപോലത്തെ എല്ലാ പ്രീമിയം ബ്രാൻഡ്സിലും ഈ ഒരു ഫെദർ ടച്ച് മൂവ്മെന്റ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പം നമ്മളിപ്പോൾ ഒരു ജഗ്വാർ എടുത്താൽ പോലും, ഞാൻ ജഗ്വാറിന് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ഹൈപ്ഡ്, ഏറ്റവും വലിയ ബ്രാൻഡ്, മറ്റുള്ളവരെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ ഒരു ബ്രാൻഡ് എന്ന് ഒരു സ്വന്തം ഒരു ബ്രാൻഡിങ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ജഗ്വാറുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം ജഗ്വാർ ആണെങ്കിൽ നിങ്ങൾ ഒരു 5 വർഷം പോട്ടെ, ഒരു 3 വർഷം ഉപയോഗിച്ച ഒരു ബാത്റൂം നിങ്ങൾ പോയി അത് ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മേളിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 4 ജെർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ജെർക്ക് ചെയ്ത് ഇത് പോകത്തുള്ളൂ. അതേപോലെ ലെഫ്റ്റും റൈറ്റും മൂവ്മെന്റിനകത്തും ഈ ജെർക്സ് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ലൈഫ് ലോങ് ഈ ഒരു ജെർക്ക് ഫ്രീ മോഷൻ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ 0 ലീക്കേജസ് നോസൽ, ആ ഒരു അട്രിബ്യൂട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു ലെവൽ മേളിലോട്ടുള്ള ബ്രാൻഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓവർ ദ പീരീഡ് ഓഫ് 3 to 5 years ഒന്ന് നമ്മുടെ ക്രോം മങ്ങി തുടങ്ങും, 2 നമ്മുടെ മൂവ്മെന്റ്സ് ജെർക്കി ആവും, 3 കാർട്രിഡ്ജിനകത്ത് സിറാമിക്കിന് പകരം പ്ലാസ്റ്റിക് ഡിസ്ക് വരുമ്പോൾ താഴെ നോസലിൽ നിന്ന് എപ്പോഴും വെള്ളം പോകാനുള്ള ചാൻസസും കൂടും. സോ ഇതാണ് 2 വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകതകൾ ഗ്രോഹെ അല്ലെങ്കിൽ ഗ്രോഹയുടെ ലെവലിൽ പ്രൈസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ അറിയാനുള്ള. ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ നോക്കാം. ഗ്രോഹയുടെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല, വളരെ വിചിത്രമായിട്ടുള്ള ഒരു മിക്സറാണ് ഈ കാണുന്നത്. സോ ഇതിനകത്ത് നമുക്ക് നോക്കാം, 2 ഇൻലെറ്റ് ഉണ്ട്, എന്നിട്ട് നടുക്കൊരു ബീക്ക് ഉണ്ട്, 2 സൈഡും നോസലുണ്ട്. ഇത് ബേസിക്കലി എന്തുവാ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മെക്കാനിക്കൽ വാട്ടർ മിക്സറാണ്. അപ്പം ഇതിൻ്റെ ഒരു ലൈനിൽ നിന്ന് ചൂടുവെള്ളവും ഒരു ലൈനിൽ നിന്ന് തണുത്ത വെള്ളവുമാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമുക്ക് ഇതിനകത്ത് മെക്കാനിക്കലി സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എങ്ങും ഒരു കറണ്ടിൻ്റെയോ അല്ലെ ഒരു DC കറണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സോ ഒന്നും ഇതിനകത്തില്ല. ഇത് പ്യുവർലി മെക്കാനിക്കൽ ആണ്, ഒരു വർക്ക് ഓഫ് ആർട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ച് ഇതിനെ ലോക്ക് ചെയ്യാം. ഈ ഒരു ഫിക്സറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വരും. അല്ല നിങ്ങളുടെ പ്ലംബറിന് ഇത് ഫിക്സ് ചെയ്യാൻ അറിയാമെങ്കിൽ കമ്പനിയിൽ നിന്ന് ഇതിന് ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാനും നിങ്ങളുടെ കൂടെ കമ്പനിയിൽ നിന്ന് ആൾ വരും. അപ്പം ഈ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം നമ്മൾ ആ ഒരു പോയിന്റിൽ തന്നെ ഈ നോബ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചർ ഈ ബോഡിക്കകത്ത് മിക്സായി വരുന്നിടം വരെ ഈ സ്പൗട്ടിൽ കൂടെ വെള്ളം വരില്ല. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ എന്ത് ടെമ്പറേച്ചർ ആണോ സെറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചറിൽ വെള്ളം ഈ ബോഡിക്കകത്ത് വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡ്രോപ്പ് ഈ സ്പൗട്ടിൽ നിന്ന് വരത്തുള്ളൂ. ഇതിനകത്ത് നിർത്തിയേക്കുന്ന മെക്കാനിക്കൽ തെർമോസ്റ്റാറ്റ്, അതായത് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള മെക്കാനിസം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന വെറും 0.3 സെക്കൻഡ്സ് കൊണ്ടാണ്. അതായത് ഒരു സെക്കൻഡിന്റെ 3/3 അംശത്തിലാണ് ഇത് വെള്ളത്തിന്റെ ഹീറ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് മെക്കാനിക്കൽ മിക്സറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം
ഇത് ഞാൻ ഇപ്പോൾ ഇത് ആരും ഉപയോഗിക്കാറില്ല, കാരണം ആരും അത്രയും പർട്ടിക്കുലർ അല്ല. പക്ഷേ ഗ്രോഹെ എന്ന് പറയുന്ന കമ്പനി ഈ പ്രൊഡക്റ്റ് ഇപ്പോഴും മാർക്കറ്റിൽ നിർത്തിയേക്കുന്ന അവരുടെ മെക്കാനിക്കൽ ജീനിയസ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എങ്ങനത്തെ ഒരു പ്രൊഡക്ട്സിന്റെ കൊണോഷിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കണം. നമുക്കിവിടെ ഒയോവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് ഡിസ്പ്ലേയിലുണ്ട്, സെയിലും ഉണ്ട്. ഇനി നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അതായത് ഗ്രോഹയുടെ ഷവേഴ്സ് എങ്ങനെയാണ് മറ്റുള്ള കമ്പനിയുടെ ഷവേഴ്സുമായിട്ട് വ്യത്യസ്തമാവുന്നത്, അല്ലെങ്കിൽ ഗ്രോഹയുടെ പ്രൊഡക്റ്റിന് എന്തുവാണ് സവിശേഷത ഇൻ ഇറ്റ് സെൽഫ്. അപ്പം നമ്മൾ അറിയണമെന്ന് വെച്ചാൽ ആദ്യം വെള്ളത്തിന്റെ മൂവ്മെന്റ് ആണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. അപ്പം വെള്ളത്തിന്റെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ വെള്ളം എന്ത് മീഡിയത്തിൽ കൂടാണ് ട്രാവൽ ചെയ്യുന്നത്, ആ മീഡിയത്തിന്റെ കുറച്ച് നേച്ചർ ആ വെള്ളം ഏറ്റെടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും പഴയ കാലത്തെ ഒരു 30-40 വർഷം മുമ്പ് നമുക്ക് ഷവർ എന്ന് പറയുന്നത് തകിടിനകത്ത് പിൻ ഹോൾസ് ഇട്ട് കവർ ചെയ്ത് തരുന്ന ഒരു രീതിയായിരുന്നു. ഇതായിരുന്നു ഒരു 40-50 വർഷം മുമ്പ് നമ്മുടെ ഒരു ഷവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതേ ഉള്ളായിരുന്നു. അന്ന് ആ ഷവർ ഉപയോഗിച്ച് എല്ലാവർക്കും ഇന്ന് ഓർമ്മ കാണും, ആണി തലയ്ക്ക് അടിക്കുന്ന പോലാണ് അതിനകത്തുനിന്ന് വെള്ളം വരുന്നത്. അതായത് പ്രഷർ സ്വല്പം കൂടി കഴിഞ്ഞാൽ ആ ഷവറിന്റെ അടിയിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആയിരക്കണക്കിന് ആൾക്കാരല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുടി വരെ സമയത്തിന് മുമ്പേ കൊഴിഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഷവേഴ്സിന്റെ അടിയിൽ ദിവസം തോറും കുളിച്ച്. കാരണം ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന 40, 50, 60 ഇയേഴ്സ് ബാക്കിലെ ടെക്നോളജീസ് ആയിരുന്നു. പക്ഷേ ഇപ്പം കാലം മാറി, ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ സ്റ്റഡി വളർന്നതനുസരിച്ച് ഇത് മാസ് പ്രൊഡക്ട്സിനകത്ത് ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതേപോലെ സിലിക്കോൺ പോലത്തെ പുതിയ മെറ്റീരിയൽസിന്റെ ഡെവലപ്മെന്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ഗ്രോഹയുടെ അല്ലെങ്കിൽ ഗ്രോഹെ പോലത്തെ ആ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ പ്രൊഡക്ട്സിനകത്ത് നമുക്ക് ഈ ടെക്നോളജി കിട്ടാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇവിടെ കാണാം എല്ലാം ഇങ്ങനെ ഒരു പ്രൊട്രൂഡഡ് ഒരു സിലിക്കോൺ നിപ്പിൾസ് നമുക്കിപ്പം കൂടിയ ഷവറിനകത്ത് എല്ലാം കാണാം. അപ്പം നമ്മൾ ഈ ഷവേഴ്സ്, ഈ നിപ്പിൾസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷവർ ഇപ്പം ഈ സിലിക്കോൺ സ്വല്പം ഇപ്പം ഹാർഡൻഡായി. ശരിക്കും ഈ നിപ്പിൾസ് ഇരിക്കേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് തന്നെ. ഇവിടുത്തെ ഈ ഷവറിനകത്ത് ഇരിക്കുന്ന നിപ്പിൾസിന്റെ മൂവ്മെന്റ് നിങ്ങൾക്കറിയാം, വളരെ സോഫ്റ്റ് നിപ്പിൾസ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മീഡിയം, ഇപ്പൊ സോഫ്റ്റ് മീഡിയമിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു സോഫ്റ്റ്നെസ് കാണും, ഹാർഡ് മീഡിയത്തിൽ കൂടെ വരുന്ന വെള്ളത്തിന് ഒരു ഹാർഡ്നെസ് കാണും. അപ്പം ഈ സിലിക്കോൺ നമുക്കറിയാവുന്ന ഏറ്റവും സോഫ്റ്റസ്റ്റും ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയലും ആണ്. സിലിക്കോണിനകത്തൂടെ മൂവ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മുടെ ബോഡിയിൽ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഹിറ്റ് ചെയ്യത്തില്ല, നമ്മളെ റിഫ്രഷ് ചെയ്യുന്ന രീതിയിൽ അത് വന്ന് ഹിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനത്തെ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ആ സിലിക്കോണിന്റെ പ്രൊഡക്ട്സ്, അതായത് ഇത്രയും ചെറിയ, അതിപ്പം ഇത് ഞാൻ കാണിച്ചത് സ്വല്പം വലുതാ, ഇത് ഗ്രോഹയുടെ പ്രൊഡക്റ്റ് അല്ല, പക്ഷെ ഇത് ഗ്രോഹയുടെ പ്രൊഡക്ട്സാ. ഇതൊക്കെ കുറച്ച് വലിയ നിപ്പിൾസാ. പക്ഷേ ഗ്രോഹയുടെ യഥാർത്ഥ ക്വാളിറ്റി എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷവർ നോക്കണം. ഇത് വിക്ടോറിയൻ ടൈപ്പ് ഷവറാ, പല മോഡല് നമുക്ക് ഷവർ യൂസ് ചെയ്യാം. ഇതിന്റെ ഏറ്റവും ചെറിയ നിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചിയുടെ ഹോൾ മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയ ഹോള് സിലിക്കോണിനകത്ത് ചെയ്ത് ആ സിലിക്കോൺ നിപ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കിത് വളരെ സപ്പിളാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാം ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം എത്ര സോഫ്റ്റ് ആയിരിക്കും, എത്ര റിഫ്രഷിങ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറഞ്ഞ ബ്രാൻഡ്സിലേക്ക് പോകും. പല കസ്റ്റമേഴ്സും ജഗ്വാറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബ്രാൻഡിന്റെ ഡൈവേർട്ടർ എടുക്കും, കാരണം ഡൈവേർട്ടറിൽ ആരും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഷവർ വരുമ്പോൾ ചീപ്പ് ഷവറിലേക്ക് പോകും. പക്ഷേ ചീപ്പ് ഷവറിലേക്ക് പോകുമ്പം ഏറ്റവും വലിയ പ്രശ്നം അവർ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പ്രൈസ് കൊടുത്ത് അത് മേടിക്കരുത്. കാരണം ഷവർ ചീപ്പ് ആകുമ്പോൾ നമുക്ക് ആദ്യം സിലിക്കോൺ വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ വളരെ പെട്ടെന്ന് ഈ സിലിക്കോൺ അങ്ങ് ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം ഇല്ലാതായി പോകും. അപ്പം നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ചീപ്പ് ഷവറിലേക്കാണ് പോകുന്നത്, അല്ല അൺബ്രാൻഡഡ് ഷവറിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രൈസ് കുറഞ്ഞ് നല്ല സപ്പിൾനെസ് ഉള്ള നോസൽ ഉള്ള ഷവർ മേടിക്കുക. അല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ, അതായത് ഇപ്പം ഗ്രോഹെ പോലത്തെ ബ്രാൻഡിൻ്റെ ഒരു പ്രീമിയം ഷവർ മേടിച്ചാൽ ലൈഫ് ലോങ് ഇതിൻ്റെ സപ്പിൾനെസ് അവിടെ കാണും. ആ ഒരു ബാത്തിങ് എക്സ്പീരിയൻസ് നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. സോ ഐ ഹോപ്പ് ഗ്രോഹയെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ടാവും. കൊല്ലം AVയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡാണ് ഗ്രോഹെ. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. വളരെ കുറച്ച് സെലക്ഷനാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ കമ്പനിക്ക് ഈ ഒരു 5 മോഡൽസേ ഉള്ളൂ. ഈ 5 മോഡൽസിനപ്പുറത്തോട്ട് ഒരു മോഡൽസും കമ്പനി പുതുതായിട്ട് ഇറക്കിയിട്ടുമില്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് കമ്പനി ഈ എല്ലാ മോഡൽസിൻ്റെയും ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റാണ്. ആ പ്രൊഡക്ട്സ് ഇപ്പോഴും നമ്മുടെ സ്റ്റോറിൽ വരാൻ ബാക്കിയാണ്. ആ പ്രൊഡക്ട്സ് സ്റ്റോറിൽ വരുമ്പം ഈ ഡിസ്പ്ലേയിൽ ഇരിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഫ്ലാറ്റ് 50% ഓഫറിൽ പോകും. അങ്ങനെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഈ കാണുന്ന ഡിസ്പ്ലേ മൊത്തം സെയിലിന് റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കട സന്ദർശിക്കാം, പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ടോ മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെയിലിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ എങ്ങനെയായാലും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിനും ലൈക്സിനും ഞങ്ങൾ കാത്തിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.